കൊല്ലം കടപ്പാക്കടയിൽ മകനെ കൊലപ്പെടുത്തിയ അച്ഛൻ ആത്മഹത്യ ചെയ്തു. കടപ്പാക്കട അക്ഷയ നഗർ സ്വദേശി വിഷ്ണുവാണ് കൊല്ലപ്പെട്ടത്. അഭിഭാഷകനായ അച്ഛൻ ശ്രീനിവാസ പിള്ളയാണ് ജീവനൊടുക്കിയത്. പയ്യന് നേരത്തെ മാനസിക അസ്വസ്ഥതയുള്ളതാണ്. നമ്മൾ വരുമ്പോഴും ഇലക്ഷൻ സംബന്ധിച്ച് വരുമ്പോൾ തൊട്ടേ നമുക്കറിയാവുന്നതാണ്. ആര് വന്നാലും ആള് സ്മോക്ക് ചെയ്തുകൊണ്ട് ഇരുന്ന് സംസാരിക്കും, മണിക്കൂറുകളോളം സംസാരിക്കും. നമ്മളൊക്കെ വന്നാൽ നമ്മളെ വിടാൻ പാടാ. പിന്നെ സാറിനെ ഓർത്താണ് എല്ലാവരും വന്നിട്ട് സംസാരിച്ചിട്ട് പതുക്കെ അങ്ങ് പോകും. അച്ഛൻ മോൻ്റെ ഒരു മാനസിക സമാധാനത്തിന് വേണ്ടിയിട്ട് അച്ഛൻ തന്നെ ചെയ്തു കൊടുക്കുന്ന ഇതൊക്കെ ഇങ്ങനെയൊക്കെ വേണം, ആൾ വരുമ്പോൾ ഇവിടെ ഇന്നതൊക്കെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ നമ്മളടുത്ത് തന്നെ പറയും. അത് വിവരങ്ങളുമായി ഷമീർ അബ്ദുള്ളാണ് ചേരുന്നത്. ഷമീർ, വളരെയധികം ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ചും നാട്ടുകാരെ സംബന്ധിച്ചൊക്കെ ഇത്തരത്തിൽ അച്ഛനും മകനും മരിച്ചു എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? സ്വാതി, ഏതാണ്ട് 2 മണിക്കൂർ മുമ്പാണ് ഈ വിവരം പുറം ലോകം അറിയുന്നത്. അതായത് ഈ കൊല്ലപ്പെട്ട വിഷ്ണുവിന്റെ അമ്മ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇവിടെ നിന്ന് പോയിരുന്നു. വിഷ്ണു അക്രമാസക്തനായിരുന്നു, ചില സമയങ്ങളിൽ അയാൾ അക്രമാസക്തനായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ശ്രീനിവാസൻ ഭാര്യയെ തിരുവനന്തപുരത്തുള്ള മകൾ വിദ്യയുടെ അടുത്തേക്ക് മാറ്റിയത്. ഇതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോണിൽ ലഭ്യമായിരുന്നില്ല. ഇതിനെ തുടർന്ന് മകൾ വിദ്യ ഇന്ന് ഈ വീട്ടിലേക്ക് വരികയായിരുന്നു. പക്ഷേ വീടിന്റെ 4 ഗേറ്റുകളും പൂട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ അവർ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി പരിശോധന നടത്തുമ്പോഴാണ് 2 മുറികളിലായി ഇവർ മരണപ്പെട്ട് കിടക്കുന്നത് കാണുന്നത്. ഒരു മുറിയിൽ ചോര വാർന്ന്, അതായത് ശ്രീനിവാസൻ മകനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കി ആത്മഹത്യ ചെയ്ത നിലയിലാണ് കാണപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഈ മകന് മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണ്. വീട്ടിൽ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, മുഴുവൻ ബോർഡുകളാണ് വീട്ടിൽ. അത്യധികം വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരനാണ്. പക്ഷേ ഇയാൾക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ തന്നെ പല സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിപ്പിക്കുന്നുണ്ട് എന്ന തരത്തിലൊക്കെ തന്നെ ബോർഡുകൾ ആ വീടിന് ചുറ്റും വെച്ചിട്ടുണ്ട്. പക്ഷെ അത്തരം സ്ഥാപനങ്ങളൊന്നും തന്നെ അവിടെ പ്രവർത്തിക്കുന്നുമില്ല. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ അവിടെ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം ഇരുവരുടെ മൃതദേഹങ്ങൾ കൊല്ലം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റും. സ്വാതി. അതെ ഷമീർ, എന്തായാലും അതിദാരുണമായിട്ടുള്ള സംഭവമായി. കൊല്ലം കടപ്പാക്കടയിൽ മകനെ കൊലപ്പെടുത്തിയ അച്ഛൻ ആത്മഹത്യ ചെയ്തു. ആ വിവരമാണ് ഷമീർ അബ്ദുൾ നൽകിയത്.